കണ്ടിട്ടുണ്ടോ, കഴിച്ചിട്ടുണ്ടോ ഇങ്ങനത്തെ ഫുഡ് പഫ്സ്? എയർ ഫ്രയറും ഓവനും ഒന്നും ഇല്ലാതെ ഒരു എഗ് പഫ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴാണ് കേട്ടോ പണി കിട്ടിയെന്ന് മനസ്സിലായത്. പണി വന്നത് നമ്മുടെ പഫ് പേസ്റ്റ് ആണ് കേട്ടോ. പേസ്റ്റ് എല്ലാം കൂടെ പരസ്പരം ഒട്ടിപ്പോയിരുന്നു. ഞാൻ മാക്സിമം അത് വലിച്ചു കീറി എടുക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നു. പിന്നെ അതെല്ലാം കൂടെ കുഴച്ച് മാവ് രൂപത്തിലാക്കിയിട്ട് പരത്തി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഏതാണ്ട് ഈ കുഴച്ചിലൊക്കെ പരത്തി എടുത്തിട്ട് മസാലയൊക്കെ വെച്ചിട്ട് മടക്കാമെന്ന് വിചാരിച്ചു. മടക്കുന്നപ്പോഴത്തേക്കും കാണാം ഇതെല്ലാം കൂടെ ദാണ്ടെ പൊട്ടി കീറിപ്പോയി. പിന്നെ എൻ്റെ പ്രതീക്ഷ തെറ്റി. എന്നാൽ പിന്നെ സ്ക്വയർ രൂപത്തിലാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവ് പരത്തിയിട്ട് സ്ക്വയർ പോലെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പഫ് പേസ്റ്റഡ് അതേ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എഗ് പഫ്സിൻ്റെ രീതി തന്നെ നമ്മൾ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുക്കറിൽ വെക്കാനാണ് കേട്ടോ. കുക്കറിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 5 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ടായിട്ട് കുക്ക് ചെയ്യാനാണ്. പക്ഷേ ആദ്യത്തെ ട്രിപ്പ് വെച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ പണി ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. കാരണം അതെടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളി മസാലയും എല്ലാം കൂടെ പൊട്ടിപ്പൊളിഞ്ഞ് വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഏറെ പരിശ്രമത്തിനുള്ളിൽ നമ്മുടെ മുട്ട പപ്സ് വിജയം കണ്ടിരിക്കാനും. പക്ഷേ ഇത് എയർ ഫ്രയറിലും ഓവനിലും ഒന്നും വെക്കുന്ന എഗ് പഫ്സിന് അടുത്ത് പോലും വരില്ല.